السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദറിന്റെ ഫിഖ്ഹുൽ അസ്മാഇൽ ഹുസ്ന എന്ന് പറയുന്ന പുസ്തകമാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും പേജുകൾ മാത്രമാണ് വായിച്ചിട്ടുള്ളത്. ഇനി വായിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച ഓരോരോ നാമങ്ങൾ, അതിന്റെ അർത്ഥം, മഹത്വം, അതിൽ നിന്ന് കിട്ടാവുന്ന മനസ്സിലാക്കേണ്ടുന്ന ആശയങ്ങൾ എന്നീ കാര്യങ്ങളാണ് തുടർന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കാൻ കഴിഞ്ഞ ഭാഗത്ത് വായിക്കാതെ പോയത്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് ആരെങ്കിലും ഒമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അതിനെ ക്ലിക്കപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന ഒരു ഹദീസ് കാണാം. അപ്പൊ ഈ ഹസാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കുക, ക്ലിക്കപ്പെടുത്തുക എന്നാണ് ഈ ഹസാ എന്ന വാക്കിനർത്ഥം. സാധാരണ ഈ നമ്മളെ സെൻസസ് കണക്കെടുപ്പുണ്ടാവും, അതിന് ഇഹ്സാ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളൊക്കെ എണ്ണിക്കണക്കാക്കിയാൽ സ്വർഗം കിട്ടുമെന്ന് ധരിച്ചവരുണ്ട്. അത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ അതിന്റെ ചാർട്ട് ഫ്രെയിം ചെയ്തതും ഫ്രെയിം ചെയ്യാത്തതും ഒക്കെയായ കാര്യങ്ങൾ വീടുകളിൽ തൂക്കിയിടുക, അതുകൊണ്ട് പല വറക്കത്തും കിട്ടും എന്ന് മനസ്സിലാക്കിയവരാണ്. എന്നാൽ അതിനെ ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ 99 പേരുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും ആശയം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക, ഇതെല്ലാം കൂടി ചേർന്നതിനാണ് ഇഹ്സാ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ വെറുതെ ഈ പേരുകൾ 99 പേര് കണ്ടെത്തിയിട്ട് അത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടും എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആശയത്തിന്റെ ആശയമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനവും പ്രവർത്തനവും എല്ലാം കൂടി ചേരുമ്പോഴാണ് സ്വർഗം ലഭിക്കുക എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? അത് 99 എന്ന് ചില ആളുകൾ പറയുന്നു. ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഹദീസിന്റെ ആശയം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, ചില റിപ്പോർട്ടിൽ 100 ഒന്നൊഴികെ എന്നൊക്കെ കാണാം. അപ്പൊ അത്രയും പേരുകൾ മാത്രമാണോ അള്ളാഹുവിനുള്ളത്, അല്ല അതിലധികം പേരുകളുണ്ടോ? ഈ പറഞ്ഞ സവിശേഷത, ഇങ്ങനെ ആരെങ്കിലും അതിനെ ക്ലിപ്തപ്പെടുത്തിയാൽ, പഠിക്കുകയും മനസ്സിലാക്കുകയും ആശയം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന പേരുകൾ 99. അല്ലാതെ അള്ളാഹുവിന് 99 പേരുകളേ ഉള്ളൂ എന്ന് ആ ഹദീസിന് അർത്ഥമില്ല. കാരണം ആ പറഞ്ഞ 99 പേരുകൾക്കുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ പ്രത്യേകതയുള്ള പേരുകൾ 99 എണ്ണമാണ് എന്നേ ഹദീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതിലപ്പുറം പേരുകൾ ഉണ്ട് എന്നതിന് വേറെ ഒരുപാട് ഹദീസുകളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ നിന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ച പേരുകൾ എന്ന് ചില ഹദീസ് പറഞ്ഞു കാണാം. അപ്പൊ പഠിപ്പിച്ചു തരാത്ത ചില പേരുകൾ അള്ളാഹുവിന്റേത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. നാളെ പരലോകത്ത് മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വിചാരണക്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്തിന് വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന എന്നാൽ ദുനിയാവിൽ പഠിപ്പിക്കപ്പെടാത്ത വേറെ ചില പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ഇതൊക്കെ സഹീഹായ ഹദീസുകളാണ്. അപ്പൊ 99-ലധികം പേരുകൾ നമുക്കറിയാത്ത, അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന് മാത്രം അറിയുന്ന, ഇതുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത പേരുകൾ വേറെയുമുണ്ട് എന്നതാണ് അത്തരം ഹദീസുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊന്ന്, ഈ 99 പേരുകൾ ഏതൊക്കെയാണ്?
ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാവുന്ന 99 പേരുകൾ, ആ 99 പേരിന്റെ ലിസ്റ്റ് ഇന്ന പേരുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്ന ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടത്. ആ റിപ്പോർട്ട് സ്വഹീഹല്ല. അതായത് 99 പേര് ഇന്നതാണ് നമ്പറിട്ട് ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ നമ്പറിടാതെ പറഞ്ഞിട്ടുള്ള ആ ഹദീസ് ദുർബലമാണ് എന്നതുകൊണ്ട് തന്നെ ഏതാണ് 99 നാമങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പേരുകളിൽ വ്യത്യാസമുണ്ടാകുന്നത്. 99 എണ്ണം എണ്ണി കണക്കാക്കിയവരുണ്ട്. അതിൽ പല പണ്ഡിതന്മാരും എണ്ണിയതിൽ ചില ആളുകൾ ഉൾപ്പെടുത്തിയത് വേറെ ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില പണ്ഡിതന്മാർ പേരായി ഉൾപ്പെടുത്തിയതിനെ വേറെ ചില പണ്ഡിതന്മാർ വിമർശിച്ചതൊക്കെ കാണാം. ഇതൊക്കെ ഞാൻ വിശദീകരിക്കാതെ അതിന്റെ 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞു വേണം. അപ്പോ പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പൗരാണികരും ആധുനികരുമായ പലരും ഈ വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പേരുകളിൽ ഈ 99 എണ്ണം കണക്കാക്കിയതിൽ വ്യത്യാസങ്ങൾ കാണാം. ആ വ്യത്യാസം വരാനുള്ള കാരണം ഹദീസിൽ 99 എണ്ണം എണ്ണിപ്പറഞ്ഞ് സ്വഹീഹായി വന്നിട്ടില്ല എന്നതാണ്. ഇനി അള്ളാഹുവിന്റെ നാമങ്ങളുടെ അർത്ഥങ്ങൾ, ആശയങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ഒരേ നിലക്കുള്ളവയല്ല. ഓരോന്നിലും അതിന്റെ അർത്ഥങ്ങളിലും ഒരർത്ഥമുള്ളതും രണ്ടർത്ഥമുള്ളതും, അല്ലെങ്കിൽ ഒരാശയം രണ്ടാശയം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിഫത്തുകൾ ഉൾക്കൊള്ളുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതിന്റെ വൈപുല്യമനുസരിച്ച് ഓരോ പേരുകളുടെയും ശ്രേഷ്ഠതയിൽ വ്യത്യാസം വരുന്നു. സിഫത്തുകളിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ. എന്നാൽ എല്ലാ സിഫത്തുകളും ഒരുപോലെയല്ല. എല്ലാം പരിപൂർണമാണ്, ന്യൂനതയില്ലാത്തവയാണ്. എന്നാൽ പോലും അവ തമ്മിൽ തഫാദുൽ, അതിന്റെ ശ്രേഷ്ഠതയിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ആ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരേത് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹ് എന്ന് പറയുന്ന പേരാണ്. അതിനുള്ള കാരണങ്ങൾ ഇവിടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വായിക്കാതെ ഒഴിവാക്കിപ്പോയ ഒരധ്യായം, അതില് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ആഴമായ അൽ ഇസ്മുൽ ആഴം, ഏറ്റവും മഹത്തായ നാമം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമുണ്ട്. അത് മുഴുവൻ സൂചിപ്പിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില കാര്യങ്ങൾ ഇവിടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോ അൽ ഇസ്മുൽ ആഴം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ. അപ്പൊ ഖുർആനിലെ ആയത്തുകൾ എല്ലാം അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള നിലക്ക് അത് ശ്രേഷ്ഠമാണ്. എന്നാൽ എല്ലാ ആയത്തുകളും ഒരുപോലെയാണോ? അല്ല. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൂറത്തുകളും ഖുർആനിലെ സൂറത്തുകളാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അപ്പോ അതുപോലെ തന്നെ വേറെയും ചില സൂറത്തുകളുടെ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദുർബലമായ ഹദീസുകളിലുള്ളവയുണ്ട്. ആയത്തുകളും വേറെ ചില ആയത്തുകളുടെ പ്രത്യേകമായി ഹദീസിൽ പരാമർശിക്കപ്പെട്ടത് കാണാം. പറഞ്ഞതിന്റെ ചുരുക്കം, ഖുർആൻ മുഴുവൻ അള്ളാഹുവിന്റെ കലാമാണെങ്കിലും എല്ലാ സൂറത്തുകളുടെയും ശ്രേഷ്ഠത ഒരുപോലെയല്ല, എല്ലാ ആയത്തുകളുടെയും ശ്രേഷ്ഠതയും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഇതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളാണ്, എല്ലാം ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങളാണ്, സിഫത്തുകളാണ്. പക്ഷേ എല്ലാം ഒരേ തലത്തിൽ ഒരേ ദർജയിൽ ഉള്ളവയല്ല. അതിന്റെ ആശയങ്ങളിലും മഹത്വങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. അപ്പൊ ആ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അൽ ഇസ്മുൽ ആഴം എന്നറിയപ്പെടുന്ന പേരാണ് അള്ളാഹ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു പേരുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അൽ ഇസ്മുൽ ആഴം എന്ന ഒരു പേര്, വിശേഷണമുള്ള ഒരു പേരുണ്ടോ ഇല്ലേ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. കാരണം അതിനെ സംബന്ധിച്ച ഹദീസുകളുടെ സ്വീകാര്യതയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അതിന് കാരണം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ഹദീസുകൾ പരിഗണിച്ചുകൊണ്ട് അതിൽ ചിലതിൽ ചില ദുർബലതകളുണ്ട്, ചിലത് സ്വഹീഹായി വന്നവയുണ്ട്, ചിലതിന്റെ ദുർബലതകളെ പരിഹരിക്കാവുന്ന വേറെ റിവായത്തുകൾ വന്നവയുണ്ട്. ഇങ്ങനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തായ, അതായത് അൽ ഇസ്മുൽ അഅ്ളം എന്ന ഒരു നാമമുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഏതാണ് എന്നതിലും തർക്കം കാണാം. അത് ഒരു പേരാണോ, രണ്ടു പേരാണോ, മൂന്ന് പേരാണോ, അല്ലെങ്കിൽ ഒരു കൂട്ടം പേരുകളാണോ, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കാതെ അതിന്റെ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്മുൽ അഅ്ളം, അതിമഹത്തായ നാമം എന്ന ഒന്നുണ്ട് എന്നത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കും. അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അബൂദാവൂദ്, തിർമിദി, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, ഇബ്നു അബീ ശൈബ റഹിമഹുമുള്ള ഇതുപോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഒരാൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ അദ്ദേഹം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ ഹന്നാനുൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റുകൾ ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം ചൊല്ലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദഅല്ലാഹ ബിസ്മിഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത. ഈ അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ബിസ്മിഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ അതിമഹത്തായ പേര് പറഞ്ഞുകൊണ്ടാണ്. ഏതാണ് ആ പേര്? ആ പേരുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഉത്തരം നൽകുകയും ആ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ബിസ്മിഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ അതിമഹത്തായ ഇസ്മ, അപ്പൊ അങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അത് ഏതാണ് എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാരണം ഇവിടെ അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത അൽ ഹന്നാൻ അൽ മന്നാൻ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദുൽ ജലാലി വൽ ഇക്റാം അൽ ഹയ്യുൽ ഖയ്യൂം, ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ്? ഇതിൽ ഒന്നാണോ അല്ലെങ്കിൽ എല്ലാമാണോ? പിന്നെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ അത്യുത്തമ നാമം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകളിൽ വന്നവയാണ്. 1 സൂറത്തുൽ ബഖറ, 2 സൂറത്ത് ആല ഇംറാൻ, 3 സൂറത്ത് താഹ. ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പണ്ഡിതന്മാർ, നിരൂപകന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ആ വിമർശനങ്ങൾ പരിഹരിക്കാവുന്ന നിലക്ക് ചില സൂചനകൾ മറ്റു ചില ഹദീസുകളിൽ വന്നത് കാണാം. സൂറത്ത് ആല ഇംറാനിൽ വന്ന ആയത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ ഇതിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ വേറെയും ചില ഹദീസുകളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇമാം തഹാവി, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ അത്യുത്തമ നാമങ്ങളിൽ ഏറ്റവും മഹത്തായ നാമം എന്ന് പറയുന്നത് അല്ലാഹു എന്ന് പറയുന്ന പേരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. ഇനി അതിൽ തന്നെ ഈ അത്യുത്തമ നാമങ്ങൾ എന്ന് പറയുന്നതിൽ ഇത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പേരുകളാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ, നേരത്തെ പറഞ്ഞതുപോലെ ഹദീസുകളിൽ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വിവിധ പദങ്ങൾ വന്നതുകൊണ്ട് അതിനനുസരിച്ച് ഇതിൽ ചില പല അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. ഇതിൽ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിമഹത്തായ, ഏറ്റവും മഹത്തായ നാമം ഏതാണ് എന്ന വിഷയത്തിൽ 40 അഭിപ്രായങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. 40ഓളം അഭിപ്രായങ്ങൾ. ഈ വിഷയത്തിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹം സ്വതന്ത്രമായി രേഖപ്പെടുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ അതിൽ 40ഓളം അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് 20 തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പലതും ദുർബലമാണെന്നും പ്രത്യക്ഷത്തിൽ തന്നെ ശരിയല്ല എന്ന് തോന്നുന്നതാണെന്നും ഒക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഈ അത്യുത്തമ നാമങ്ങൾ ഉണ്ട് എന്നും അതിൽ ഏറ്റവും ശരിയോടടുത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു എന്ന് പറയുന്ന പേരാണ് എന്നതാണ് ഒരു അഭിപ്രായമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് അൽ ഹയ്യുൽ ഖയ്യൂം. കാരണം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ, ആലു ഇമ്രാനിലെ, ത്വാഹയിലെ എന്ന് പറയുന്ന 3 സൂറത്തുകളിൽ അത്യുത്തമ നാമങ്ങളുണ്ട് എന്ന് പറയുന്ന ഹദീസുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നത്
അത്യുത്തമ നാമങ്ങളിൽപ്പെട്ടതല്ല, ഏറ്റവും മഹത്തായ നാമം അൽ ഇസ്മുൽ അഅ്ളം എന്ന് പറയുന്ന നാമത്തിൽപ്പെട്ടതാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു അഭിപ്രായം, ഇത് ഒരു പേരല്ല, ഒന്നിൽ കൂടുതൽ പേരുകളാണ്. ആ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോ അതുപോലെ അസ്വമദ്, കാരണം അതും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹ്, അസ്വമദ്, അൽ ഹയ്യുൽ ഖയ്യൂം, ഈ മൂന്ന് പേരുകളെ കുറിച്ച് പണ്ഡിതന്മാർ അൽ ഇസ്മുൽ അഅ്ളം, ഏറ്റവും മഹത്തായ നാമം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായ മൂന്ന് അഭിപ്രായമാണ് അല്ലാഹ്, അസ്വമദ്, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന മൂന്ന് പേരുകൾ. എന്നാൽ ഈ മൂന്ന് പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അല്ലെങ്കിൽ ഏറ്റവും ശരിയോടടുത്തത് എന്ന് പറയുന്നത് അല്ലാഹു എന്ന പേരാണ് എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ ചില ആളുകൾ അല്ലാഹുമ്മ എന്ന് പറഞ്ഞു, നേരത്തെ ഞാൻ വായിച്ച ഹദീസിൽ അല്ലാഹുമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ്, അല്ലാഹുവേ എന്നാണ്, അതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പൊ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോ അല്ലാഹ്, അസ്വമദ്, അൽ ഹയ്യുൽ ഖയ്യൂം, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ശരിയായത് അല്ലാഹ് എന്ന പേരാണ്. അപ്പൊ അത്രയും ചുരുക്കി പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എല്ലാ ആളുകളും എണ്ണങ്ങളിലും പേരുകളിലും വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും തുടങ്ങിയിട്ടുള്ളത് അല്ലാഹു എന്ന പേരിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വായിക്കുന്ന പുസ്തകങ്ങളിൽ നേരത്തെ നമ്മൾ വായിച്ചു വന്ന ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദറിന്റെ ഫിഖ്ഹുൽ അസ്മാഇൽ ഹുസ്ന എന്ന ഗ്രന്ഥത്തിന് പുറമെ ഇത് അന്നഹ്ജുൽ അസ്മാ ഫി ശർഹി അസ്മാഇല്ലാഹിൽ ഹുസ്ന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതിന്റെ മുഖ്തസർ. ഇത് 1100-1100 പേജുള്ള ഒരു വലിയൊരു ഗ്രന്ഥമാണ്. കുവൈത്തിലെ ഇഹ്യാ തുറാത്ത്, ജമിയത്ത് ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമിയുടെ അവിടെ അതിന്റെ മുഫ്തിയായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഹുമൂദ് അൻ നജ്ദി, അഹ്മദ് അൽ ഹുമൂദ് അൻ നജ്ദി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഞാനിത് ആളെ പരിചയപ്പെടുത്തി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഈ പേര് പറയുമ്പോൾ അദ്ദേഹം ഹിസ്ബിയാണ്, ജമിയത്ത് ഇഹ്യാ തുറാത്ത് എന്ന് പറഞ്ഞാൽ സംഘടനയാണ്, അപ്പൊ ഹിസ്ബിയാണ്, ഹിസ്ബിയുടെ പുസ്തകം വായിക്കുകയാണ് എന്ന് വിമർശനം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ പേരും ആ പേരും ഒക്കെ പറയുന്നത്. ഇത് അതിന്റെ ഷോർട്ടാണ്, 1000-ലധികം ഉള്ള പേജുകൾ ചുരുക്കി അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഞാൻ അദ്ദേഹവുമായി വ്യക്തിബന്ധമുണ്ട്, 5 കൊല്ലം കുവൈത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ തന്ന പുസ്തകമാണ്. അപ്പൊ ഇവിടെ എന്തിനിത് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ, യാത്രാത്ത് ഹിസ്ബിയാണോ എന്നൊക്കെയുള്ള വേറെ വിഷയം. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഇന്ന് മദീനയിൽ ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആധുനികരായ ആളുകൾ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ അമൂല്യമായ ഒരു ഗ്രന്ഥമാണിത് എന്ന് സലഫി പണ്ഡിതന്മാർ, ഒരു കാരണം ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ പല പണ്ഡിതന്മാരും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദറിന്റെ പുസ്തകങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് രണ്ടും കൂടി വെച്ചുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളും അത് ഉൾക്കൊള്ളുന്ന അള്ളാഹു ഉൾപ്പെടെയുള്ള ഏതൊക്കെ പേരുകളുണ്ടോ ആ പേരുകളിൽ അടങ്ങിയിട്ടുള്ള മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന പേരുകളായി 3 പേരുകളെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പൊ 99 എത്ര പേരുകളുണ്ടോ ആ പേരുകൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അടങ്ങിയ 3 പേരുകൾ. അതിലൊന്ന് അല്ലാഹ്, 2 അർ റബ്ബു, 3 അർ റഹ്മാൻ. ഈ 3 പേരുകളുടെ അർത്ഥങ്ങൾ മറ്റെല്ലാ പേരുകളുടെയും ആശയങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാ പേരുകളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കേന്ദ്ര ബിന്ദുക്കൾ എന്ന് പറയാവുന്ന 3 പേരുകളാണ് ഈ 3 പേരുകൾ. അതിൽ ഏറ്റവും മേലെ നിൽക്കുന്ന പേരേതാ? നേരത്തെ പറഞ്ഞതുപോലെ അൽ ഇസ്മുൽ അഅ്ളം എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലാഹ് എന്ന പേരാണ്. ഇനി അള്ളാഹുവിന്റെ പേരുകൾ പരിശോധിച്ചാൽ ഓരോ പേരിലും
ഒന്നോ ഒന്നിലധികമോ സിഫത്തുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ആ പേരുകളെല്ലാം പരിശോധിച്ചാൽ അതിലടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ നമ്മൾ തൗഹീദിന്റെ 3 ഘടകങ്ങൾ പറയുന്നത് പോലെ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതുപോലെ തന്നെ സൃഷ്ടി പരിപാലനം റുബൂബിയ്യത്ത് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിന്റെ പേരുകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അത് ഉൾക്കൊള്ളുന്ന തലത്തിൽ ഏറ്റവും പൂർണ്ണമായ നിലക്ക്, ന്യൂനതയില്ലാത്ത നിലക്ക് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഇത് 3 തൗഹീദിന്റെ ഭാഗമാണ്. ഈ 3 വിഷയങ്ങളും ഈ പറയുന്ന 3 പേരുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എന്ന പേര് ആരാധനക്കർഹനായവൻ എന്നാണ്. അപ്പോ ഉലൂഹിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത് അള്ളാഹു എന്ന പേരിൽ വരുന്നു. രണ്ടാമത്തേത് റുബൂബിയത്ത്, സൃഷ്ടി, സ്ഥിതി, പരിപാലനം എന്നീയുള്ള വിഷയങ്ങൾ. ആ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു പേരുകളിൽ കാണാം. അതെല്ലാം അർ റബ്ബ് എന്ന പേരിലേക്ക് മടങ്ങുന്നവയാണ്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, സിഫത്തുകളാണ്. ആ സിഫത്തുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം എന്ന് പറയുന്നത് റഹ്മാൻ, അള്ളാഹു കാരുണ്യവാനാണ് എന്നതാണ്. അതിന്റെ ബാക്കിയാണ് അള്ളാഹു നന്മ ചെയ്യുന്നു, ഔദാര്യവാനാണ്, പുണ്യം ചെയ്യുന്നവനാണ്, സൃഷ്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ മാപ്പാക്കൽ, വിട്ടുവീഴ്ചയൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. സ്വർഗത്തിൽ വിശ്വാസികൾക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലവും സുഖവും സൗകര്യങ്ങളും ഒക്കെ നൽകൽ, ഇതൊക്കെ എന്താണ്? റഹ്മത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ റഹ്മാൻ എന്ന പേരിൽ ഉൾപ്പെടുന്നു. അപ്പോ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അൽ ഇസ്മുൽ അഅ്ലം. തൗഹീദിന്റെ 3 വശങ്ങളെയും അതിന്റെ ആശയങ്ങളെയും സൂചിപ്പിക്കുന്ന പേര്, ഉലൂഹിയത്തിനെ സൂചിപ്പിക്കുന്നത് അള്ളാഹു. റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റബ്ബ് എന്ന ഇസ്മിലേക്ക് മടങ്ങുന്നു. പിന്നെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും റഹ്മാൻ എന്ന ഇസ്മിലേക്ക് അടങ്ങുന്നു. ഈ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, അങ്ങനെ പല പേരുകളിൽ ഫാത്തിഹ പേരുണ്ട്. ആ പേരുകൾ അറിയപ്പെടുന്നു. അതൊക്കെ വേറെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു സൂറത്തിൽ ഇപ്പറയുന്ന 3 വിഷയങ്ങളും അല്ലെങ്കിൽ 3 പേരുകളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകളും വന്നിട്ടുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സൂറത്തിൽ ഈ 3 തൗഹീദിന്റെ വശങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകൾ വന്നിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം. അത് തന്നെ അവയുടെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് അല്ലാഹ്, അർ റബ്ബ്, അർ റഹ്മാൻ എന്നിവയാണ് അത്. അപ്പൊ ആ 3 എണ്ണത്തിലുമായി ബുനിയത്തി സൂറത്തു അലൽ ഇലാഹിയത്തി വർ റുബൂബിയത്തി വർ റഹ്മ. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആരാധ്യത, ഇലാഹിയത്ത്, പിന്നെ റുബൂബിയത്ത്, സൃഷ്ടി, പരിപാലനം, പിന്നെ കാരുണ്യം. ഈ 3 ആശയങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയതായി കാണാൻ സാധിക്കും. അതിൽ ഉലൂഹിയത്ത് ഏതാണ്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അത് ഉലൂഹിയത്ത്. പിന്നെ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ സഹായം ചെയ്തു തരിക, അത് ചെയ്യാൻ പറ്റിയ ആർക്കാണ്? റബ്ബായ ആൾക്കാണ്. അപ്പൊ റുബൂബിയത്ത് എന്നത് ഇയ്യാക നസ്തഈൻ എന്നതിലുണ്ട്. പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നിന്നോട് ഞങ്ങൾ എന്ന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുന്ന ആയത്തുകളിൽ ഹിദായത്തിനെ തേടുക എന്ന് പറയുന്നത്, ആ ഹിദായത്തിലാക്കാൻ കഴിവുള്ളവനും ആക്കുന്നവനും അതാരാണ്? അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാകുന്നു. അപ്പോ ഇയ്യാക നഅ്ബുദു, പിന്നെ വഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ 3 എണ്ണത്തിൽ ഉലൂഹിയത്തും റുബൂബിയത്തും അസ്മാഉ സിഫാത്തും, അതായത് അള്ളാഹ്, അർ റബ്ബ്, പിന്നെ അർ റഹ്മാൻ, ഈ 3 ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലെ ഈ വചനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി അതിൽ പിന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ അതിമഹത്തായ സൂറത്ത് എന്ന് പറയുന്നത്. എന്നിവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ് പറയാണ്, നാം അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നാമതായി തുടക്കം കുറിക്കുന്നത് അള്ളാഹു എന്ന പേരുകൊണ്ടാണ്. പണ്ഡിതന്മാരിൽ ഒരു പറ്റം ആളുകൾ
അള്ളാഹു എന്നത് ഇസ്മുല്ലാഹിൽ ആലം, അള്ളാഹുവിന്റെ അതിമഹത്തായ, അതായത് അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും മഹത്തായ പേര് ഇതാണ് എന്ന് അഭിപ്രായപ്പെട്ടതുകൊണ്ടും നാം ഈ പേരുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ വന്ന ആശയം, ആ പേരുപയോഗിച്ച് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. ആരെങ്കിലും അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ ആ ചോദിച്ച കാര്യം അള്ളാഹു നൽകും. വലിഹാദൽ ഇസ്മി ഹസായിസു വമീസാത്തുൻ ഇഖ്തസ്സ ബിഹാ. ഇതിനു പുറമെ ഈ പേരിന്, അള്ളാഹു എന്ന പേരിന് അതിന് മാത്രം പ്രത്യേകമായ ചില സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട് എന്നിട്ട് അദ്ദേഹം എണ്ണി പറയാണ്. എന്താണ് അള്ളാഹു എന്ന പേര് ഇസ്മുൽ അഅ്ളമാകാൻ, അത് ഒന്നാമത്തെ പേരായി പരിഗണിക്കാൻ, ആ പേരുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കാൻ ഉള്ള സവിശേഷതകൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളുടെയും അവലംബം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന പേരാണ്. അള്ളാഹ്ക്ക് വേറെയും കുറെ പേരുണ്ട്. ആ പേരുകളൊക്കെ അള്ളാഹുവിന്റെ മറ്റു പേരുകളാണ്. അപ്പൊ 99 പേര്, ഉദാഹരണത്തിന് 99 പേരുകളുടെ അതിൽ ഒന്നാമത്തെ പേര് അള്ളാഹ്, അത് കഴിച്ച ബാക്കി 98. ഈ 98 പേരുകളുടെയും അടിസ്ഥാനം ഏതാണ്? അള്ളാഹു എന്നതാണ്. കാരണം എന്താ? അതിന്റെ പ്രാധാന്യം പ്രത്യേക നേരത്തെ പറഞ്ഞു. ഉലൂഹിയത്ത്, റുബൂബിയത്ത്, പിന്നെ അസ്മാഉ വസിഫാത്ത്, ഈ മൂന്നിന്റെയും ആശയങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മറ്റ് പേരുകളൊക്കെ, അള്ളാഹു എന്ന പേരല്ലാത്ത മറ്റ് പേരുകളൊക്കെ അള്ളാഹ് എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്ന പേരുകളാണ്. ഇപ്പൊ നമ്മള് ഒരാളെ കുറിച്ച്, ഒരാൾക്ക് മുഹമ്മദ്, പിന്നെ ആൾ വിളിക്കുന്ന പേരുണ്ടാവും, പുരയിൽ വിളിക്കുന്ന ഓമന പേരുണ്ടാവും, നാട്ടുകാർ വിളിക്കുന്ന വേറെ ലഖബ്, ഒന്നുകിൽ മദ്ഹ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവഹേളിക്കാൻ വിളിക്കുന്ന പേരുണ്ടാവും. അതൊക്കെ എന്താ? മറ്റേന്റെ ബാക്കിയാണ്. അപ്പൊ അസ്ലേതാ? അസ്ലാണ് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ്, ഇബ്രാഹിമാണ് ഇബ്രാഹിം, അത് അസ്ലാണ്. ബാക്കി ഇന്ന് തുടർന്ന് വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ പേര് അള്ളാഹു എന്നതാണ്. അതിലേക്ക് ചേർക്കപ്പെടുന്നവയാണ് മറ്റു പേരുകൾ. അതിന് തെളിവെന്താ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനുള്ളതാണ് അത്യുത്തമ നാമങ്ങൾ. ഈ ആയത്ത് നമ്മൾ നേരത്തെ വായിച്ചത്, അള്ളാഹുവിനുള്ളതാണ് അത്യുത്തമ നാമങ്ങൾ. അപ്പൊ എന്താ അവിടെ ആദ്യം എന്താ? വലിയ റഹ്മാനി അല്ലെങ്കിൽ വലിൽ ഖാദിരി, വലിയ റഹീമി എന്നല്ല പറഞ്ഞത്. റഹ്മാന് അത്യുത്തമ നാമങ്ങളുണ്ട്, അല്ലെങ്കിൽ റഹീമിന് അത്യുത്തമ നാമങ്ങളുണ്ട് എന്നല്ല, അള്ളാഹുവിന് അത്യുത്തമ നാമങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചത് അള്ളാഹു എന്ന പേരാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫദ്ഉഹു ബിഹാ, അള്ളാഹു എന്ന പേരുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക. സൂറത്തുൽ അഅറാഫിലെ 180 വചനം. പിന്നെ സൂറത്തു താഹ 8 ആയത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവന്, അതായത് അള്ളാഹുവിന് അത്യുത്തമ നാമങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന് അത്യുത്തമ നാമങ്ങൾ എന്നാൽ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ അള്ളാഹുവിന് വേറെ നാമങ്ങളുണ്ട്. അപ്പൊ അവിടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹു എന്നതാണ്. പിന്നെ വേറെ ഒരുപാട് സൂറത്തുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള സൂറത്തുൽ ഹശ്റാണ്. ഹുവല്ലാഹ് എന്ന് തുടങ്ങുന്ന 3 ആയത്തുകൾ അവിടെ കാണാം. ആ 3 ആയത്തുകളും തുടങ്ങുന്നത് ഹുവല്ലാഹ് എന്ന് പറഞ്ഞാണ്. അവനാണ് അള്ളാഹു. അപ്പൊ അവിടെ എന്താ? ഹുവ അള്ളാഹു, അവനാകുന്നു അള്ളാഹു. അപ്പൊ അവിടെയും അള്ളാഹു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് മറ്റ് പേരുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ 3 പേരുകൾ, 5 പേരുകൾ, 8 പേരുകൾ വരെ ഈ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പറഞ്ഞത് അതൊക്കെ ഇതിന്റെ മുമ്പ് നമ്മൾ ഒഴിവാക്കിയ ഭാഗത്ത് വിശദീകരിക്കപ്പെട്ടതാണ്. ഒരു പേര് മാത്രം പറഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാൾ ആശയവൈപുല്യം 2 പേരുകൾ ഒരുമിച്ച് പറയുമ്പോൾ ഉണ്ടാവും, ചേർത്ത് പറയുമ്പോൾ. സമീഉൽ അലീം, അതുപോലെ ചേർത്ത് പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. 3 എണ്ണം ചേർത്ത് പറഞ്ഞവയുണ്ട്, 5 എണ്ണം ചേർത്ത് പറഞ്ഞവയുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസവും ആശയവൈപുല്യതയിലും വ്യത്യാസം വരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ അള്ളാഹു പരിചയപ്പെടുന്നത് ഹുവല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവനാണ് അള്ളാഹു. എന്നിട്ട് പിന്നെയാണ് ബാക്കി പേര് വരുന്നത്. അതുപോലെ വേറെ കുറെ സ്ഥലത്ത് ഖുർആനിൽ അത് ഇവിടെ പറഞ്ഞിട്ടില്ല. ദാലിക്കുമുല്ലാഹ് റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളും കഴിവുകളും മഹത്വങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചതും കാണാൻ പറ്റും. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, മറ്റെല്ലാ പേരുകളുടെയും അവലംബം, അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹ് എന്ന പേരാണ്. വയുഖാലു അർ-റഹ്മാനുർ റഹീമുൽ ഖാലിഖുർ റാസിഖുൽ അസീസുൽ ഹക്കീം മിൻ അസ്മാഇല്ല. റഹ്മാൻ, റഹീം, ഖാലിഖ്, റസാഖ്, അസീസ്, ഹക്കീം, ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകളാണ് എന്ന് പറയാം. എന്നാൽ എന്തു പറയില്ല? അള്ളാഹു മിൻ അസ്മാഇർ റഹ്മാനിർ റഹീം,
റഹ്മാന്റെ പേരിൽപ്പെട്ടതാണ് അള്ളാഹു എന്ന പേര്. റഹീമിന്റെ പേരുകളിൽപ്പെട്ടതാണ് അള്ളാഹു എന്ന പേര്. അസീസിന്റെ പേരുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേര് എന്ന് പറയില്ല. അങ്ങനെ ആവുമ്പോ എന്തായി? അള്ളാഹു എന്ന പേര് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. റഹ്മാന്റെ പേരാണ്, റഹ്മാന്റെ പേരിൽപ്പെട്ടതാണ് അള്ളാഹു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറയരുത്. മറിച്ച് അള്ളാഹുവിന്റെ പേരിൽപ്പെട്ടതാണ് റഹ്മാൻ, റഹീം, ഖാലിഖ്, അസീസ്, അങ്ങനെ ഏതും ചേർത്ത് പറയാം. അതല്ലാതെ അള്ളാഹു അല്ലാത്ത പേരുകൾ പറഞ്ഞുകൊണ്ട് ആ പേരിൽപ്പെട്ടതാണ് അള്ളാഹു എന്ന പേര് എന്ന് തിരിച്ചു പറയാൻ പാടില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഇസ്മുൽ അഅ്ളം, അല്ലെങ്കിൽ എല്ലാ പേരുകളുടെയും അടിസ്ഥാനം അള്ളാഹ് എന്ന പേരാകുന്നു. രണ്ടാമത്തെ സവിശേഷത മിൻ ഖസായിസി ഹാദൽ ഇസ്മി അന്നഹു മുസ്തൽസിമുൻ ലിജമീഇ മആനിൽ അസ്മാഇൽ ഹുസ്ന ദാലുൻ അലൈഹ ബിൽ ഇജ്മാലി വൽ അസ്മാഉൽ ഹുസ്ന തഫ്സീലുൻ വതബയീനുൻ ലിസിഫാത്തിൽ ഇലാഹിയ്യ. അള്ളാഹുവിന്റെ എല്ലാ അത്യുത്തമ നാമങ്ങളിലും അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ അനിവാര്യമാക്കുന്നതാണ് അള്ളാഹ് എന്ന പേരിന്റെ ആശയം. അതുപോലെ തന്നെ മൊത്തത്തിൽ അതിന്റെ അർത്ഥങ്ങളെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എന്നതല്ലാത്ത മറ്റ് പേരുകൾ അള്ളാഹുവിന്റെ ഇലാഹിയത്തിന്റെ, ആരാധ്യതയുടെ വിശേഷണങ്ങളുടെ വിവരണവും അവയെ വിശദീകരിക്കുന്നതുമാകുന്നു. അതായത് നേരത്തെ പറഞ്ഞു, എല്ലാ പേരുകളുടെയും ആശയങ്ങളുടെ സത്ത അള്ളാഹു എന്ന പേരിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ പേരുകളുടെയും ആശയങ്ങൾ അള്ളാഹു എന്ന പേരിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായി? എല്ലാറ്റിനേക്കാളും മെച്ചപ്പെട്ട പേര്, ഒന്നാമതായി സ്വീകരിക്കേണ്ട പേര് ഏതാണ്? അടിസ്ഥാനപരമായ പേര് അള്ളാഹു എന്നതാണ്. അതായത് ഫഹുവൽ ഇസ്മു അല്ലദീ മർജിഉ സായിരി അസ്മാഇല്ലാഹിൽ ഹുസ്ന ഇലൈഹി. എല്ലാ പേരിന്റെയും മടക്കം, അവലംബം അള്ളാഹ് എന്ന പേരാണ്. വമദാറു മആനീഹാ അലൈഹി. അള്ളാഹുവിന്റെ എല്ലാ പേരുകളുടെയും ആശയങ്ങളുടെയും മദാർ, അതിന്റെ അച്ചുതണ്ട്, അതിന്റെ കേന്ദ്രസ്ഥാനം, അതും അള്ളാഹു എന്ന പേരാകും. മൂന്നാമത്തെ സവിശേഷത, അള്ളാഹുവിന്റെ മറ്റേതു പേരുകളോടും യാ, അള്ളാഹുവേ, റഹ്മാനെ, റഹീമെ, ആലിമെ, ഖദീറെ, ഖാദിറെ എന്ന പേര് ചേർത്ത് വിളിക്കുമ്പോൾ അവിടെ അലിഫ്ലാം ഇല്ലാതായി പോകുന്നു. ഉദാഹരണത്തിന് റഹ്മാൻ, അർ-റഹ്മാൻ, അർ-റഹ്മാനെ എന്ന് വിളിക്കുമ്പോ യാ അർ-റഹ്മാൻ എന്ന് പറയില്ല. അവിടെ എന്താവും? അലിഫ്ലാം കളഞ്ഞു. യാ റഹ്മാൻ, യാ റഹീം, യാ ആലിം, യാ അലീം, യാ ഖദീർ, യാ സമീർ, യാ ബസീർ. അപ്പോ എന്നാൽ അള്ളാഹു എന്ന പേരോ, അള്ളാഹു എന്ന പേരിനോട് വിളിക്കാനുള്ള യാ അല്ലെങ്കിൽ അതുപോലുള്ള പദങ്ങൾ ചേർത്ത് പറഞ്ഞാലും അതിന്റെ അലിഫ്ലാം കളയപ്പെടുകയില്ല. അപ്പൊ എന്ത് പറയും? യാ അള്ളാഹ്. അവിടെ അള്ളാഹു, അൽ ഇലാഹു എന്നതാണ് അള്ളാഹു എന്നത്. അൽ ഇലാഹു അവിടെ ഒരലിഫ് കളഞ്ഞു. ഏതാണ്? തഖ്ഫീഫിന് വേണ്ടി, ആർക്കാൾ കൂടുതലായി പറയപ്പെടുന്നത് കൊണ്ടും ഉച്ചരിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയും ഒരലിഫ് കളഞ്ഞുപോയി. അപ്പോ അൽ ഇലാഹ് ആണ് ഒരലിഫ് കളഞ്ഞിട്ട് അള്ളാഹു എന്നായത് എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അതിന്റെ ഭാഷാപരമായ ചർച്ചയെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ടത്. അപ്പൊ മൂന്നാമത്തെ സവിശേഷത, മറ്റു പേരുകളൊക്കെ ചേർത്ത് യാ എന്ന് ചേർത്ത് പറയുമ്പോ അലിഫ്ലാം കളഞ്ഞു പോകുന്നു. യാ റഹ്മാൻ, യാ റഹീം. എന്നാൽ അള്ളാഹ് എന്ന് പറയുമ്പോ യാ ഇലാഹ് എന്ന് പറയും, യാ അള്ളാഹ്, അവിടെ അലിഫ്ലാം പോകുന്നില്ല. നാലാമത്തേത്, ഖുർആനിലും ഹദീസിലുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള ദിക്റുകൾ. ആ ദിക്റുകളെല്ലാം അള്ളാഹു എന്ന പേരിലേക്ക് ചേർത്ത് വന്നവയാണ്. ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളത് പരിശോധിച്ചാൽ ഏതുപോലെ ഫത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്നില്ല, ലാ ഇലാഹ ഇല്ലൽ അലീം എന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഹ്ലീലിൽ അള്ളാഹു എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. അത്തക്ബീർ, അള്ളാഹു അക്ബർ, അർ-റഹ്മാനു അക്ബർ, അർ-റഹീമു അക്ബർ, അസ്-സമീഉ അക്ബർ എന്നില്ല. അള്ളാഹു അക്ബർ എന്ന ദിക്റാണ്. അപ്പൊ അവിടെ ആ തക്ബീർ എന്ന ദിക്റിൽ അള്ളാഹു എന്ന പേരെ മാത്രം വെച്ചു. ഹംദ്, അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലിർ റഹ്മാൻ, അൽഹംദുലിർ റഹീം,
അൽഹംദുലിസ് സമീ എന്നൊന്നുമില്ല. ഹംദ് പറയുമ്പോൾ അവിടെ അള്ളാഹു എന്ന പേര് മാത്രമേ ഹദീസുകളിൽ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ തസ്ബീഹ് അവിടെയും അങ്ങനെ തന്നെ. അൽ ഹൗഖല, ഹൗഖലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിർ റഹ്മാൻ എന്നോ ബിർ റഹീം എന്നോ ബിസ് സമീ എന്നോ വേറല്ല. വൽ ഹസ്ബല, ഹസ്ബല എന്ന് പറഞ്ഞാൽ ഹസ്ബി അല്ലാഹ്. ഹൗഖല എന്നൊക്കെയുള്ള ഷോർട്ട് ഫോമാണ്. ഇപ്പൊ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന് ചുരുക്കി പറഞ്ഞാണ് ബസ്മല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ ബിസ്മിർ റഹ്മാൻ, ബിസ്മിർ റഹീം എന്നില്ല, ബിസ്മില്ലാഹ്. അവിടെയും ബിസ്മിയിലും അള്ളാഹു എന്നതാണ് ചേർത്ത് പറയുന്നത്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. അവിടെ അള്ളാഹു എന്ന സിഫത്ത് ഇസ്മല്ലാതെ വേറെ ഇസ്മുകൾ ചേർക്കപ്പെട്ടില്ല. പിന്നെ ഇസ്തിർജാ, മുസീബത്ത് ബാധിച്ചാൽ അല്ലെങ്കിൽ കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. അവിടെ ഇന്നാ ലില്ലാഹി എന്നതിന് പകരം ഇന്നാ ലിർ റഹ്മാൻ എന്നോ ഇന്നാ ലിർ റഹീം എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുകളോ ചേർത്തിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ വിക്റുമായി ഹദീസുകളിൽ വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങളിൽ അധികവും എന്താണ്, അള്ളാഹു എന്ന നാമം മാത്രമാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇതും അള്ളാഹു എന്ന നാമത്തിന്റെ സവിശേഷതയെ സൂചിപ്പിക്കുന്നതാണ്. അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞല്ലോ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളതാണ് അത്യുത്തമ നാമങ്ങൾ. പിന്നെ 99 അതല്ല അതിൽ കൂടുതലോ പേരുകളുണ്ട് എന്ന് നേരത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു വയ്ക്കും. എന്നാൽ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് അള്ളാഹുവിന്റെ വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ 2200-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹ് എന്ന പേര് ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നതും ഇതിന്റെ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 33 സ്ഥലങ്ങളിൽ ആയത്തുകൾ തുടങ്ങിയത് അള്ളാഹു എന്ന വാക്കുകൊണ്ടാണ്. അള്ളാഹ് എന്ന ഇസ്മു കൊണ്ട് 33 ആയത്തുകൾ ഖുർആനിൽ അള്ളാഹു തുടങ്ങിയിട്ടുണ്ട്. 2200-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു എന്ന പേര് ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ 5 കാര്യങ്ങൾ ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഇവിടെ വിശദീകരിച്ചു. ഇതൊക്കെ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഉള്ളവയാണ് എന്ന് ശേഷം വരുന്ന വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാമ ഇബ്നുൽ ഖയ്യിം അതിന്റെ പദപരമായ 10 സവിശേഷതകൾ, അതായത് അള്ളാഹു എന്ന പദത്തിന്റെ 10 സവിശേഷതകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആശയപരമായ കാര്യങ്ങൾ, സവിശേഷതകൾ, അത് നമുക്ക് നിർണയിക്കാൻ സാധിക്കുകയില്ല. കാരണം റസൂല് പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്, ലാ ഉഹ്സി തനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക്. അള്ളാഹുവെ, നിന്നെ വാഴ്ത്തുക എന്ന് പറയുന്നത് എനിക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. നീ നിന്നെ വാഴ്ത്തിയതുപോലെ അള്ളാഹുവിനെ വാഴ്ത്താവുന്ന എന്തെല്ലാം പേരുകളുണ്ട് എന്ന് എനിക്കറിയില്ല എന്ന് റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിപ്തപ്പെടുത്തുക സാധ്യമല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇനി ഈ പുസ്തകത്തിൽ പറഞ്ഞതല്ലാത്ത ഒരു കാര്യം ഷെയ്ഖ് ഹമൂദ് അൻ-നജ്ദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 24-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിലില്ലാത്ത ഒരു കാര്യം പറയാം. ഇത് ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ ഷർഹു അസ്മാഇല്ലാഹിൽ ഹുസ്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഷെയ്ഖ് നജ്ദി ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നത്, അള്ളാഹു എന്ന പേര് അള്ളാഹു അല്ലാത്ത ആർക്കും ഉപയോഗിക്കപ്പെടുകയില്ല. അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങളെ ആരാധിച്ച മുശ്രിക്കുകളും വിഗ്രഹാരാധകരും അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് അള്ളാഹു എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. മുശ്രിക്കുകൾ പോലും അത് ഉപയോഗിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുശ്രിക്കുകളോട് അവരുടെ റുബൂബിയത്തുള്ള വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി വല ഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്ന. ഒരുപാട് സ്ഥലത്ത് ചോദ്യങ്ങൾ ഈ പ്രകൃതിയിലുള്ള ലോകത്തുള്ള സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ആര് ചെയ്തതാണ്? ഞാൻ ആയത്തൊന്നും ഇവിടെ പറയില്ല, ഒറ്റ ആയത്ത് മാത്രമേ ഒന്നുള്ളൂ.
ആരാണിതൊക്കെ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത് ചോദിച്ചാൽ അതിനൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ നൽകിയ മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്. അവിടെ ലാത്തയെന്നോ ഉസ്സയെന്നോ മനാത്തയെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ആരും ഒരു മുശ്രിക്കും ഉപയോഗിച്ചിട്ടില്ല. അപ്പോ അല്ലാഹു എന്ന പേര് വിഗ്രഹാരാധകർ പോലും അവരുടെ വിഗ്രഹങ്ങൾക്ക് ചാർത്തിയിട്ടില്ല. അത് അല്ലാഹു എന്ന പേരിന്റെ മഹത്വം അവർ പോലും ആ നിലക്ക് അംഗീകരിച്ചു എന്നതിനുള്ള തെളിവായി ഫഖറുദ്ദീൻ റാസി എടുത്തു പറഞ്ഞതായി ഷെയ്ഖ് ഹമൂദ് നജ്ദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇബ്നുൽ ഖയ്യിം ഇതിന്റെ ഈ നാമത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള, അള്ളാഹു എന്ന പേരിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഒരു നീണ്ട വാചകമുണ്ട്. ഞാൻ ആ വാചകം വായിക്കുന്നില്ല, അതിന്റെ അർത്ഥം പറയാം. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇത്. ആശയപരമായ അള്ളാഹു എന്ന പേരിന്റെ ആശയപരമായ സവിശേഷതകൾ നമുക്ക് എണ്ണിക്ലുത്തപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം പറയാണ്. എങ്ങനെയാണ് അവ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുക? കാരണം ആ പേര് ആർക്ക് നൽകപ്പെട്ടുവോ അവൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് പറയപ്പെട്ടിട്ടുള്ള പേരുകളും അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും എല്ലാം തന്നെ ഏറ്റവും പരിപൂർണമായവയാണ്. അള്ളാഹുവിന്റെ മദ്ഹാകട്ടെ, ഹംദാകട്ടെ, സനാ ആകട്ടെ, മജ്ദാകട്ടെ, ജലാലാകട്ടെ, കർമാകട്ടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഖൈർ, ഇഹ്സാൻ, ജൂദ്, ബിർറ്, ഫദ്ല് ഇങ്ങനെ തുടങ്ങി എല്ലാം. തുടർന്ന് അദ്ദേഹം പറയുന്നു, വമാ ദുകിറ ഹാദൽ ഇസ്മു ഫീ ഖലീലിൻ ഇല്ലാ കത്തറ. ഖലീൽ, കുറച്ചുള്ള ഒരു കാര്യത്തിൽ ഈ പേര് പറയപ്പെട്ടിട്ടില്ല. ആ പേര് ആ കുറഞ്ഞതിനെ വർദ്ധിപ്പിച്ചിട്ടല്ലാതെ. ഭയപ്പാടുള്ളപ്പോൾ ഈ പേര് പറയപ്പെട്ടിട്ടില്ല, ഭയപ്പാടിനെ ആ പേര് നീക്കിയിട്ടല്ലാതെ. പ്രയാസമുള്ളപ്പോൾ ഈ പേര് പറയപ്പെട്ടിട്ടില്ല, ആ പേര് അല്ലെങ്കിൽ അള്ളാഹു ആ പ്രയാസത്തെ നീക്കം ചെയ്തിട്ടല്ലാതെ. ദുഃഖവും ഉത്കണ്ഠയും ഉള്ളപ്പോൾ ഈ പേര് പറയപ്പെട്ടിട്ടില്ല, അള്ളാഹു ആ ഉത്കണ്ഠക്ക് തുറസ് നൽകിയിട്ടല്ലാതെ. ഇടുക്കമുള്ളപ്പോൾ ഈ പേര് പറയപ്പെട്ടിട്ടില്ല, ഇടുക്കത്തിന് അള്ളാഹു വിശാലത നൽകിയിട്ടല്ലാതെ. ഒരു ദുർബലനും ആ പേരിനോട് ബന്ധപ്പെട്ടില്ല, നല്ല പേരിന്റെ മുസമ്മയായ പേര് നൽകപ്പെട്ട അള്ളാഹുവിനോട് ബന്ധപ്പെട്ടിട്ടില്ല. അവന്, ഈ ദുർബലന് കുവ്വത്ത്, ശക്തി ഫലം ചെയ്തിട്ടല്ലാതെ. ഒരു നിന്ദ്യനും ഈ പേരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അവന് ഇസ്സത്ത് നൽകിയിട്ടല്ലാതെ. ഒരു ദരിദ്രനും ഈ പേര് പറഞ്ഞിട്ടില്ല, അവനെ അള്ളാഹു ധനികനാക്കിയിട്ടല്ലാതെ. ഏകാന്തത അനുഭവപ്പെടുന്ന ഒരുത്തനും ഈ പേര് പറഞ്ഞിട്ടില്ല, അവന് ഇണക്കം നൽകിയിട്ടല്ലാതെ. പരാജയപ്പെടുത്തപ്പെട്ട, അതിജയിക്കപ്പെട്ട ഒരുത്തനും അള്ളാഹു എന്ന പേര് പറഞ്ഞിട്ടില്ല, അവന് അള്ളാഹു സഹായം നൽകിയിട്ടല്ലാതെ. നിർബന്ധിതാവസ്ഥയിൽപ്പെട്ട മുൽത്തർ ഈ പേര് പറഞ്ഞിട്ടില്ല, അവന്റെ ബുദ്ധിമുട്ടിനെ അള്ളാഹു നീക്കിയിട്ടല്ലാതെ. ഖുർആനിൽ കാണാം, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ്. പ്രയാസത്തിൽ അകപ്പെട്ടവൻ അള്ളാഹുവിന് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നതിന് വേറെ ആരാണ്? അവിടെ മുസ്ലിം കാഫിറെന്നില്ല. ഒരു കാഫിർ പോലും നിർബന്ധിതാവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കും, മുസ്ലിമിന് ഉത്തരം കൊടുക്കും. അവിടെ ഇന്ന ആളെന്ന് പറഞ്ഞില്ല. ആ മുൽത്തർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചാണ്. അതാണ് നിർബന്ധിത അവസ്ഥയിൽപ്പെട്ട ഒരുത്തൻ അള്ളാഹ് എന്ന് പേര് പറഞ്ഞാൽ അവൻ അകപ്പെട്ട ബുദ്ധിമുട്ട് ഏതാണോ അതിനെ അള്ളാഹു നീക്കാതിരുന്നിട്ടില്ല. പേടിച്ചോടിപ്പോ അല്ലെങ്കിൽ നാട് വിട്ട് അകന്നുപോയ ഒരുത്തന് ഈ പേര് പറഞ്ഞാൽ അള്ളാഹു അഭയം നൽകാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ പേര് എല്ലാ പ്രയാസങ്ങളും നീക്കപ്പെടുന്ന, അത് പറയുമ്പോൾ നീക്കപ്പെടുന്നതാണ്. ബറക്കത്തുകളും ദഅവത്തുകളും ഇറങ്ങാൻ വേണ്ടി ഈ പേരുകൊണ്ട് തേടാൻ പറ്റുന്നവയാണ്. ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ പറയപ്പെടുന്ന പേരാകുന്നു ഇത്. അതുപോലെ തന്നെ സയ്യിആത്തുകൾ, ബുദ്ധിമുട്ടുകളും തിന്മകളും ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാവുന്ന പേരുമാകുന്നു അള്ളാഹു എന്നുള്ളത്. ഹസനാത്തുകൾ, നന്മകൾ തേടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന പേരുമാകുന്നു അള്ളാഹു എന്ന പേര്. അങ്ങനെ പറഞ്ഞു പോകാൻ ഇവിടെ മുഴുവൻ കൊടുത്തിട്ടില്ല, ഇലാഹിരി കലാമിഹി എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെ അല്ലെങ്കിൽ ഈ നിലക്ക് പ്രാധാന്യം അർഹിക്കുന്ന പേരാണ് അള്ളാഹു എന്ന പേര് എന്നാണ് ഇബ്നുൽ ഖയ്യിമിന്റെ ആ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ പേരിന്റെ അടിസ്ഥാനം എന്ത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഷെയ്ഖ് നജ്ദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എന്ന പേര് എന്തിൽ നിന്നുണ്ടായി? അതിലും
വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. എന്നാൽ പല ആളുകളും സൂചിപ്പിച്ചിട്ടുള്ള ഒരു വാക്ക് അലിഹ. അലിഹ ഇലഹു എന്നതിൽ നിന്ന് ഇലാഹ് എന്ന വാക്കുണ്ടായി. അപ്പൊ നമ്മള് അറബിയിൽ ഫിറാഷ്, ബിസാത്ത്, മിഹാദ്, കിതാബ് എന്നൊക്കെ വാക്ക് ഉപയോഗിക്കും. അതിന്റെ അർത്ഥം എന്താ? ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്നാണ്. അപ്പൊ ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിക്കപ്പെടുന്നത്, ഖത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, കിതാബ് എഴുതപ്പെടുന്നത്. എഴുതാൻ പറ്റുന്ന കടലാസ്, അത് ഓലക്കഷ്ണായാലും കല്ലായാലും എല്ലായാലും പേപ്പറായാലും ഒക്കെ കിതാബാണ്, എഴുതപ്പെടുന്നത്. ഫറശ വിരിച്ചു, ഫിറാഷ് വിരിപ്പ് അല്ലെങ്കിൽ വിരിക്കപ്പെടുന്നത്. സത്തറ മറയിട്ടു, സിത്താർ വിരി, കർക്കൻ. ഇതിപ്പോ അങ്ങനെ ആ തലത്തിലുള്ള പദങ്ങളൊക്കെ നോക്കിയാൽ അതേപോലെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ അലിഹ അഭയം തേടിച്ചെന്നു, പരിഭ്രമിച്ചു ചെന്നു എന്നാണ് അലിഹ എന്ന വാക്കിനർത്ഥം. ഇതൊന്നും ഇവിടെ കൊടുത്തല്ല, ഈ പദം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇലാഹ്, ഇപ്പൊ കത്തബ, കിതാബ്, ഫറഷ, ഫിറാഷ്, ബസത്ത, ബിസാത്ത് എന്നൊക്കെ പറയുന്ന പോലെ അലിഹ, ഇലാഹ് എന്ന് പറഞ്ഞാൽ, അലിഹ എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചു ചെന്നു എന്നാണ്. തഹയ്യറ അല്ലെങ്കിൽ അഭയം തേടി ചെല്ലുക. ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ ആരുടെ അടുക്കിലേക്ക് അഭയം തേടി ചെല്ലുന്നുവോ അവനാണ് ഇലാഹ് എന്ന് പറയുന്നത്. ആ ഇലാഹ് എന്നതിനോട് അൽ എന്നതുകൂടി, അലിഫ്ലാമ് കൂടി ചേർത്ത് അൽ ഇലാഹ് എന്നായി. അൽ ഇലാഹ് എന്നത് കൂടുതലായി നേരത്തെ പോലെ 2200-ലധികം തവണ ഖുർആനിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. മുശ്രിക്കുകളടക്കം അള്ളാഹു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്ന വാക്കന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. വിഗ്രഹങ്ങൾക്ക് അള്ളാഹു എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനികളുടെ, നമ്മുടെ നാട്ടിൽ ബൈബിളിന്റെ മലയാള പരിഭാഷ പഠിച്ചു നോക്കിയാൽ അതിൽ പിതാവ് എന്ന കൊടുത്തിട്ടുണ്ടാകും. അറബിയിലുള്ള ബൈബിൾ പരിശോധിച്ചാൽ അതിൽ പിതാവ് എന്ന സ്ഥാനത്ത് അബ് എന്നില്ല, അവിടെ അള്ളാഹു എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അറബി ബൈബിൾ, ഇന്ത്യത്തിന്റെ അറബി ബൈബിൾ. അറബി ബൈബിളില് പിതാവ് എന്ന് മലയാളത്തിൽ ഇവിടെ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നിടത്ത് അള്ളാഹ് എന്നാണ്, അബ് എന്നല്ല, പിതാവല്ല, അള്ളാഹ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പം അൽ ഇലാഹ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതാണ് അള്ളാഹ് എന്നത്. അങ്ങനെ ആ തഖ്ഫീഫിന് വേണ്ടിയാണ് ഒരലിഫ് കളഞ്ഞിട്ട് അൽ ഇലാഹ് എന്നത് അള്ളാഹു എന്നായിരുന്നാൽ. അത് എങ്ങനെ ആയെന്നുള്ളതൊക്കെ എന്തോ ആകട്ടെ, എന്റെ ഒരു ചർച്ച പറഞ്ഞതാണ്. ഏതായിരുന്നാലും ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇലാഹിൽ നിന്നാണ്, ഇലാഹാണ് അള്ളാഹു എന്നായതെങ്കിൽ അപ്പോ ഇലാഹ് എന്ന് പറഞ്ഞാൽ അഭയം തേടി ചെല്ലപ്പെടുന്നവൻ. അപ്പോ ഒരാള് വിഷമുണ്ടാവുമ്പോ അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുക്കിലേക്ക് അഭയം തേടി ചെന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി എന്തായി? ഇലാഹായി. ഒരുത്തൻ രാമനെ സമീപിച്ചാൽ രാമൻ ഇലാഹായി, അല്ലെ രാമനെ ഇലാഹാക്കി. ഒരുത്തൻ കൃഷ്ണനെ സമീപിച്ചാൽ കൃഷ്ണൻ ഇലാഹായി. അപ്പൊ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അതുപോലെ ശുൽക്ക് ചെയ്യുന്ന ആളുകളും പറയും, ഞങ്ങൾ അവരെയൊന്നും ഇലാഹാക്കുന്നില്ല, ഇലാഹ് അള്ളാഹു മാത്രമാണ്, ഇലാഹ് ആക്കേണ്ടതില്ല. ഈ വാക്കിനർത്ഥം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഇലാഹ് അഭയം തേടി ചെല്ലപ്പെടുന്നവൻ. അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനിയെ മരിച്ചുപോയ, ഇപ്പോൾ ഹാദിറല്ലാത്ത, ഹയ്യല്ലാത്ത, ഖാദിറല്ലാത്ത അബ്ദുൽ ഖാദർ ജീലാനിയെ ഒരുത്തൻ വിളിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ആവശ്യം ചോദിച്ച് അഭയം തേടിയാൽ ആ തേട്ടം കൊണ്ട് തന്നെ ഭാഷാർത്ഥ പ്രകാരം തന്നെ എന്തായി മാറി? അബ്ദുൽ ഖാദർ ഇലാഹായി. അപ്പൊ ഇലാഹ് ആക്കേണ്ടതില്ല. സമസ്തക്കാരന്റെ ന്യായം ശരിയല്ല എന്ന് പറയാനാണ്. അപ്പോ അൽ ഇലാഹ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അഭയം തേടി ചെല്ലപ്പെടുന്നവൻ അല്ലെങ്കിൽ അഭയം തേടി ചെല്ലേണ്ടവൻ. അപ്പൊ എന്തൊരു വിഷമവും പ്രശ്നവും ഉണ്ടെങ്കിൽ, സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, അല്ലാത്തത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതാണല്ലോ. മനുഷ്യന് കഴിയാത്ത കാര്യം അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ അഭയം തേടി ചെല്ലേണ്ടത് അതിനർഹതപ്പെട്ടവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ എന്ന് പറയുന്നത്. അപ്പൊ അതല്ലാത്തതിനെ സമീപിച്ചാൽ ആരെ സമീപിച്ചുവോ അവനെ ഇലാഹാക്കി. അപ്പൊ അത് ശിർക്കായി. അപ്പൊ ഈ പദത്തിന്റെ അസ്ല് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്ങനെ ഉണ്ടായി, അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഭാഷാ ഡിക്ഷണറികൾ പരിശോധിച്ചാലും തഫ്സീറുകൾ പരിശോധിച്ചാലും അഖീദയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇത് സമസ്തക്കാർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. അലിഹ യഅ്ലഹു ഇദാ തഹയ്യറ, യുരീദു ഇദാ വഖഅൽ അബ്ദു ഫീ അളമത്തില്ലാഹി വജലാലിഹി. ഷെയ്ഖ് നജ്ദി പറയുന്ന ഒരു കാര്യം, തംബീഹുൻ
ലാ യുശ്റഉ ദിക്റുല്ലാഹ് ബിസ്മിൽ ജലാലത്തി അല്ലാഹ് മുഫ്രദൻ. അല്ലാഹു എന്ന പേര് അത് മാത്രം ഒരിക്കലും ഒരു ദിക്റായി അത് പറയപ്പെടുകയില്ല. കാരണം ഇവിടെ സൂഫി, ശീഈ, അതുപോലെ തന്നെ ഈ സമസ്ത ഗ്രൂപ്പുകൾ, ഇതുപോലുള്ള ബറേൽവികൾ, ഇങ്ങനെയുള്ള പലജാതി തരീഖത്തിന്റെയും സൂഫിസത്തിന്റെയും ശിർക്കിന്റെയും ആളുകളൊക്കെ ചെല്ലുന്ന നിന്നും ആടിയും ചാടിയും കുലുങ്ങിയും ഡാൻസ് കളിച്ചൊക്കെ ചെല്ലുന്ന ദിക്റും ദിക്ർ ഹൽക്കകളും ഒക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ ചെല്ലുന്ന ദിക്ർ എന്താണ്? അല്ലാഹ് അല്ലാ 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 എന്നുണ്ടെങ്കിൽ ചെല്ലിപ്പുണ്ട്. അങ്ങനെ ഒരു ദിക്റുണ്ടോ? സൂഫികൾ ദിക്റാണ്. സൂഫികൾ ഏറ്റവും അധികം ചെല്ലുന്ന ദിക്റാണ് അള്ളാഹു എന്നത് മാത്രം. അങ്ങനെ ഒരു ദിക്റുണ്ടോ? അങ്ങനെ ഒരു ദിക്റില്ല. അത് നിയമമാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു ഉണർത്തലായി ശൈഖ് നജ്ദി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങളിൽ പെട്ട വിവരദോഷികളായ ചില ആളുകൾ അല്ലാഹു എന്ന പേര് അവർ അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദിക്റായി ചെല്ലുന്നു. അത് അവരുടെ വിർദ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയങ്ങളിൽ ചെല്ലുന്ന ദിക്റുകൾക്ക് അല്ലെങ്കിൽ ഖുർആൻ പാരായണം, അതിനൊക്കെ വിർദ്, ഔറാദ് എന്ന് പറയാം. വിർദിന്റെ ജമ്മാണ് ഔറാദ്. അപ്പൊ ഇവിടെ ഔറാദുകളാക്കി അവർ മാറ്റിയിരിക്കുന്നു. പ്രത്യേകമായി ചെല്ലുന്ന ദിക്റുകളാക്കി അള്ളാഹു എന്നതിനെ മാറ്റിയിരിക്കുന്നു. യുറദ്ദിദൂന ഫീഹാ ലഫ്ദൽ ജലാല അല്ലാഹ് മർറാത്ത് അദീദ കഅൽഫ് വഅൽഫൈന വഅക്തർ വഅഹ്യാനൻ യജ്തമിഊന അലാ ദാലിക ഫീ ഹൽഖാത്തിൻ വഹും ജാലിസൂൻ ഔ വഹും വാഖിഫൂൻ യതമായലൂന ദാത്തൽ യമീനി വദാത്ത ശിമാൽ വയഖ്ബിസൂന ബൈനൽ ഹീനി വൽ ആഖർ. ചിലപ്പോൾ അവർ വട്ടം കൂടി ഹലക്കകളായി ഇരിക്കുകയും നിൽക്കുകയും, ചിലപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ചായുകയും, ചിലപ്പോൾ അവർ തുള്ളുകയും. അഫസാന തുള്ളുക. ഈ ദിക്ർ ഹൽക്കയത്താണ് തുള്ളലുണ്ടല്ലോ, ഇങ്ങനെ തുള്ളി കണ്ടില്ലേ? അല്ല രസം അങ്ങനെ. അപ്പോ ഇടക്കും തലക്കും തുള്ളുകയും ചെയ്യുന്ന, അതുപോലെ ചിലപ്പോൾ ചെണ്ട കൊട്ടുകയും മിസ്മാർ സംഗീതോപകരണങ്ങളുടെ, ചെകുത്താന്റെ ഉപകരണങ്ങളുടെ ശബ്ദങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ചില ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റായി 1000 വട്ടവും 2000 വട്ടവും അതിലധികം വട്ടവും ഒക്കെ അല്ലാ അല്ലാ എന്ന് ഈ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മലയാളത്തിൽ മാത്രമല്ല അറേബ്യയിലുണ്ട്. അതുകൊണ്ടാണ് ഹൂ 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 ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ആ ആ ആ പിന്നെ കുറെ ഷോർട്ട് ഫോം അതാണ് ഒരു പറഞ്ഞത്. സൂഫികളും ഖുറാഫികളും പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ഹാ അല്ലാ ഹൂ അല്ലാ എന്നൊക്കെ പറഞ്ഞ ഈ ഷോർട്ട് ഫോം ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നതും, അതല്ലാതെ അല്ലാ 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 എന്ന് ഉപയോഗിക്കുന്നതുമായ മറ്റത് ഷോർട്ട് ഫോമിന് ഏതായാലും തെളിവില്ല. അല്ലാ എന്നുള്ളത് ഉള്ളതാണല്ലോ. പക്ഷെ അതിങ്ങനെ അല്ലാഹു എന്ന് മാത്രം ദിക്റുണ്ടോ? അങ്ങനെ ഒരു ദിക്ർ ഇസ്ലാം പഠിപ്പിച്ചില്ല. അപ്പൊ ഈ സൂഫികൾ ചെല്ലുന്ന ഏറ്റവും വലിയ ദിക്റായി അവർ കാണുന്ന അല്ലാഹ് 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 എന്ന് പറയുന്ന ദിക്റിന് ഒരു തെളിവുമില്ല. ഏത്? അത് ദിക്റായി വന്നിട്ടില്ല. ومن قال إنه يشرع للمسلم أن يردد هذا الاسم مفردا أو غيره من الأسماء إن الأذكار التي جاءت عن النبي صلى الله عليه وسلم لم تكن على هذه الصورة أبدا. ഇനി ഏതെങ്കിലും ഒരുത്തം പറയാൻ അല്ലാഹു എന്ന പേരോ അല്ലാഹു എന്നതല്ലാത്ത അല്ലാഹുവിന്റെ മറ്റു പേരുകളോ മാത്രം ദിക്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെല്ലാൻ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നു. വലം യുസന്ന ലഹും ദാലിക ഫീ ഹദീസിൻ ഖത്തു. ഒരു ഹദീസിലും അത് പിന്നെ അങ്ങനെ ഒരു ചര്യ ഒരു കാര്യം സുന്നത്താക്കപ്പെട്ടിട്ടില്ല. ബൽ കുല്ലുൽ അദ്കാർ അസ്സഹീഹ അൽ വാരിദ അൻഹു നജിദു ഫീഹാ അന്ന ലഫ്ദൽ ജലാല ലാ യുദ്കറു മുഫ്രദൻ. അല്ലാഹുവിന്റെ ഒരു പേരും ഒരു ദിക്റിലും ഇങ്ങനെ ഒരു പേര് മാത്രം പറയപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി അങ്ങനെ തുടങ്ങി പിന്നെ പല ദിക്ർ, ഏത് ദിക്റെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ എന്താ വേറെന്തെങ്കിലും ചേർത്തിട്ടാണ്. അല്ലാതെ അല്ലാഹ് എന്ന ഒരു ദിക്ർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ പിന്നെ സൂഫികൾ അങ്ങനെ ഉണ്ട് എന്ന് തെളിവ് പറയും. ഇത് ഞാനത് വായിച്ചിട്ടുള്ളത് ഷെയ്ഖ് അൽബാനിയുടെ അവ്വലൻ അത്തൗഹീദ് എന്ന് പറയുന്ന ചെറിയൊരു റിസാലയുണ്ട്. അവ്വലൻ അത്തൗഹീദ്, ആദ്യം തൗഹീദാണ്. ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ സൂഫികൾ ഇങ്ങനെ തെളിവ് പറയാണ്ട് അല്ലാ അല്ലാ എന്ന് പറയാൻ അവർ തെളിവായി പറയുന്നത് ഖിയാമത്ത് നാളാകുമ്പോ അള്ളാഹുവിന്റെ പേര് പറയുന്ന ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് പിടിച്ചിട്ടാണ്. അപ്പോ അള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് ഹദീസിലുണ്ടല്ലോ. അപ്പൊ അല്ലാഹ് അല്ലാഹ് എന്ന് ചെല്ലാമെന്ന് ആ ഹദീസിൽ നിന്ന് കിട്ടൂലേ എന്നാണ് സൂഫികൾ തെളിവാക്കാറുള്ളത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറയാണ്,
ആ ഹദീസിന്റെ വേറെ റിവായത്തുകൾ, എന്റെ ഓർമ്മ അനുസരിച്ച് ഇമാം അഹ്മദിന്റെയോ മറ്റോ വേറെ റിവായത്തുകളിൽ അവിടെ അള്ളാഹ് എന്നാൽ അള്ളാഹ് എന്ന് പറയാൻ ആളുണ്ടാവില്ല എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ അള്ളാഹു എന്ന ഒരു ദിക്റുണ്ട് എന്ന് ആ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു എന്ന പേര് പറയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അക്കാലത്തെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ലോകം അവസാനിക്കുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾ ആരും ഉണ്ടാവില്ല. എല്ലാ മുസ്ലിങ്ങളും മരിച്ചതിന് ശേഷം വെറും കാഫറുകളും മുശ്രിക്കുകളും തമ്മാടികളും മാത്രം ജീവിച്ചിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക?